എക്സിറ്റ് പോളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ മൂന്നാമത് ഇടതുപക്ഷ ഗവൺമെന്റാണ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി നാം എല്ലാവരും പ്രവർത്തിച്ചത്. അത് സാക്ഷാത്കരിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. കഴിഞ്ഞ എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് പ്രഖ്യാപന ഈ രൂപത്തിൽ ഉണ്ടാവാറുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തോക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണി ചെയ്തതുപോലെ 4 മുഖ്യമന്ത്രിമാരെയും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇത് റിസൾട്ട് വന്നതിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും യോഗം ചേർന്ന് ഈ ഗവൺമെന്റ് നയിക്കുവാൻ വേണ്ടി ഇന്നിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ LDF നയിക്കുവാൻ വേണ്ടി പ്രഖ്യാപിക്കുകയാണെന്ന്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ട് ഉള്ള തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം BJP-കാരോട് പറയാം. BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്രവചിക്കുന്നവരൊക്കെ തന്നെ പറയുന്നത് 4 സീറ്റ് 5 സീറ്റ് എന്ന്. ഒരു കാര്യം ഞാൻ തീർത്തും പറയാൻ ആഗ്രഹിക്കുന്നു. BJP-യുടെ കേരളം സംസ്ഥാന നിയമസഭയിലേക്കുള്ള അക്കൗണ്ട് ഞങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും പൂട്ടിക്കുകയാണ്. അത് തുറക്കുന്ന കാര്യം വലിയ പ്രയാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ചിലപ്പോൾ പലപ്പോഴും കാണുന്നത് BJP കോൺഗ്രസ് തമ്മിലൊരു കൂട്ടാണല്ലോ. CPM-നെ പരാജയപ്പെടുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി അവർ തമ്മിൽ തയ്യാറാവുന്നു. പ്രത്യേകിച്ച് VD സതീശന് BJP-യുടെയും RSS-ന്റെയും സ്വന്തം സുഹൃത്തും സ്വന്തം ബന്ധുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ VD സതീശന്റെ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വെല്ലുവിളികളും കണ്ടാൽ തോന്നും ലോകത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ എന്നാണ് തോന്നുന്ന നിലയിലുള്ള പ്രസ്താവനയും വെല്ലുവിളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം VD സതീശൻ മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 ടൈം മുഖ്യമന്ത്രിയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. CPM-ന്റെ പൊളിറ്റ് ബ്യൂറോയാണ് മെമ്പറാണ്. ഇന്ത്യയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. നിങ്ങൾക്കൊരു ചരിത്രമുണ്ട്. പിണറായി വിജയന്റെ ഒരു ചരിത്രമുണ്ട്. പിണറായി വിജയന്റെ ചരിത്രത്തോടൊപ്പം ഓടിയെത്തുവാൻ നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നടക്കില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് തമാശ പറയല്ലോ, തണ്ടിയും ആളും ഒക്കെ വേണം കളിക്കുമ്പോൾ തമ്മിലൊരു തണ്ടി വേണമല്ലോ. അപ്പോൾ നിങ്ങളോട് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന് ബഹുമാനം കിട്ടണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ബഹുമാനം വാങ്ങേണ്ടത്. അല്ലാതെ ഞാനാണ് എല്ലാറ്റിനും അതീതൻ, ഞാൻ ആരെയും വെല്ലുവിളിക്കും, ആരും എനിക്കൊരു പ്രശ്നമല്ല. അത് കോൺഗ്രസിലുള്ള സുധാകരനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും അതേപോലെ പിണറായി വിജയനായിരുന്നാലും എനിക്കൊരു പ്രശ്നമില്ല. എല്ലാം ഞാനാണെന്ന് നിങ്ങൾ നിശ്ചയിച്ചാൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് ചരിത്രം എഴുതുന്ന കാലഘട്ടം ഭാവിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ